ഓ ഡേ 3 ചക്ക മീൻകറി. ഇന്നും ചക്കയും മീൻകറിയാണോ? ആ ചക്ക മൊത്തം പുഴുങ്ങി തീരാതെ ഇവിടെ രക്ഷയില്ല. നമ്മുടെ വീട്ടിൽ പുഴുക്കല്ലാണ്ട് വേറെ ഒന്നും കിട്ടുകയല്ല അമ്മേ. അമ്മേ ഒരു ചായ തരാമോ അമ്മേ? ചായ ഇവിടെ റെഡിയാണ്. ആഹാ, എല്ലാം റെഡിയാണല്ലോ. എനിക്ക് ഈ പാലൊഴിച്ചുള്ള അമ്മയുടെ ഊള ചായ ഇഷ്ടമല്ല അമ്മ, ശരിക്കും പറഞ്ഞാൽ. ഊളച്ചായ ഇവിടെ മിണ്ടിപ്പോരുത് കേട്ടോ. ആണോ, ഞാൻ മാത്രമാണോ പറയാതെ? ഞാൻ മാത്രമല്ലല്ലോ. ഓഹോ, എന്നിട്ടാണ് നീ സ്വയം ചായ ഉണ്ടാക്കി കുടിക്കുന്നത്, മമ്മിയുടെ ചായ കുടിക്കാണ്ട്? ഇന്ന് എന്നാ കഴിക്കാനുള്ള രാവിലെ? ചക്ക മീൻകറി. ഇന്നും ചക്കയും മീൻകറിയാണോ? ആ ചക്ക മൊത്തം പുഴുങ്ങി തീരാതെ ഇവിടെ രക്ഷയില്ല. നമ്മുടെ വീട്ടിൽ പുഴുക്കല്ലാണ്ട് വേറെ ഒന്നും കിട്ടുകയല്ല അമ്മേ. വേറെയൊക്കെ കിട്ടും. ഇന്ന് ഇങ്ങോട്ട് ചക്ക അതിനറിയാം, അല്ലെങ്കിൽ അത് പഴുത്തു പോകും. പിന്നെ വെറുതെ കളയേണ്ട വരും. ഇത്രയും പണിപ്പെട്ട് ഞാൻ ഒരുക്കി വെച്ചേക്കണല്ലേ. ചക്കയ്ക്ക് മധുരം കൂടാ അരിഞ്ഞ് വെച്ചാൽ. അമ്മയ്ക്ക് വല്ല കോഴിയിലോ ആടിലോ എന്തെങ്കിലും പണിയാൻ പാടില്ലേ? ഈ ചക്കയെ തന്നെ പണിയണം എന്നത്തെ നിർബന്ധം? ചക്ക കിട്ടുമ്പോൾ അല്ലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ എനിക്ക് നല്ല പണിയുണ്ട്. ഇന്നെന്താ പരിപാടി? ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പറമ്പിൽ പോയി മാങ്ങ പറിക്കാൻ പോവുകയാണ്. അപ്പം മാങ്ങ പറിക്കാനായിട്ട് അപ്പൻ്റെ ചേട്ടനും അനിയനും എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങൾ ആഘോഷപൂർവ്വമായിട്ട് മാങ്ങ പറിക്കാൻ പോവുകയാണ്. ഞങ്ങൾ മലയ്ക്ക് പോവുക, മാങ്ങ പറിക്കാൻ മലയ്ക്ക് പോവുകയാണ്. അപ്പോൾ അനുഗ്രഹിച്ചാലും. ഹായ്, ഐ ആം പ്രിൻഡോ. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ അമ്മയും വൈഫും ഡാഡിയും അപ്പനും പിള്ളേരും അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ മൊത്തം വരിക. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കണ്ടിരിക്കാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് മാങ്ങ പറിക്കാനാണ്. ബെല്ലൈക്കണൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ, അതൊക്കെ ഇപ്പം നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ മേ? മമ്മിക്ക് വരെ അറിയാം ബെല്ലൈക്കണൊക്കെ. അങ്ങനെയല്ല, ഒരു കുടുംബത്തിലെ എന്താ പറയുക, കാർന്നോത്തി എന്ന നിലയിൽ മമ്മിക്കും അറിയാമെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും അറിയത്തില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ, അപ്പം പോയിട്ട് വരട്ടെ മേ? നല്ല വെയിലായിരിക്കും അല്ലേ? മലമുകളിൽ ചെന്ന് മാങ്ങ പറിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഓരോ മാങ്ങയും പറിച്ച് താഴോട്ട് വീഴുമ്പോൾ ഉരുണ്ടുരുണ്ട് താഴെ പോകും. പിന്നെ അതിൻ്റെ പുറകെ ഓടാൻ പോകണം. ആണോ? അപ്പനെന്ത് ചെയ്യുമേ? അടിയില്ല, രാവിലെ തൊട്ട് പണിയാ. അതെല്ലാം മണ്ണെല്ലാം ഇട്ട് ഫില്ല് ചെയ്തു. ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇൻവേർട്ടറിന് എന്നാ ചെയ്യണ്ടേ? ഇൻവേർട്ടറിൻ്റെ ഇനി ഒന്നും ചെയ്യാനില്ല. വയറിങ്ങാരം വരും. അപ്പോൾ എർത്തിങ് ഒക്കെ പ്രോപ്പറാണെന്ന് നോക്കുക. ഇനി അങ്ങോട്ടുണ്ടല്ലോ, ജൂൺ മാസം തുടങ്ങാൻ പോകണ, ഇടിയും മഴയും തുടങ്ങാൻ പോകണം. അപ്പോൾ 2 സാമ്പിള് വന്നപ്പോൾ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് അടിച്ചുപോയി, ഫാൻ അടിച്ചുപോയി, ഇൻവേർട്ടർ ഓവർലോഡ് വന്നിട്ട് ഓഫായി പോകുന്നു. അപ്പോൾ നമ്മുടെ ELCB ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ELCB ഒക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ELCB വർക്ക് ആകുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ടൊരു വയറിങ്ങാരനെ കൊണ്ടുവന്ന് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാ വർഷവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എല്ലാ വർഷവും ഏകദേശം ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. വയറ് തന്നെ ലൂസായി പോകുന്നു, തന്നെ ELCB കംപ്ലൈൻ്റ് ആകും, ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ വലിയ ഇടിയും മഴയ്ക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ മാങ്ങ പറിക്കാനൊക്കെ പോകുന്ന വീഡിയോ നമുക്ക് ആ സമയം കാണിച്ചു തരാം കേട്ടോ.